അംഗീകൃത വൈദ്യുതി ഭേദഗതിക്കെതിരെ വൈദ്യുതി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ജനദ്രോഹവും തൊഴിലാളി വിരുദ്ധവുമായ വൈദ്യുതി ഭേദഗതിക്കെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി തൊഴിലാളികൾ പ്രതിഷേധിച്ചു. കോടതിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പച്ചക്കറി മാർക്കറ്റ് പരിസരത്ത് എത്തിച്ചേരുകയും തുടർന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു. യോഗത്തിൽ റെജി മത്തായി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി അശോക് എസ് ആനന്ദ് സ്വാഗതം പറഞ്ഞു. വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന വൈദ്യുതി ഭേദഗതി നിയമം നടപ്പിലായാൽ പൊതുമേഖലാ വൈദ്യുതി സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും വലിയ ദോഷങ്ങൾ ഉണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വൈദ്യുതി മേഖല കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മിനിസ്ട്രി ഓഫ് പവർ പുതിയ ഒരു വൈദ്യുതി നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പുറത്തിറക്കി. വൈദ്യുതി നിയമം ഭേദഗതി 2025. ആ 2025 വൈദ്യുതി നിയമ ഭേദഗതി ഇപ്പോൾ ഈ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദ്യുതി അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് സാധാരണക്കാരന് വൈദ്യുതി അപ്രാപ്യമാക്കുന്ന ഒന്നാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ആ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരും എന്നാണ് അറിയിപ്പ് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്നത് പാർലമെന്റിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും നിരവധിയായ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ ബില്ലുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ എങ്ങനെയാണോ പാസാക്കിയത് അതുപോലെ തന്നെ ഈ ബില്ലും പാസാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര ഗവൺമെന്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച മനോജ് കുട്ടപ്പൻ, പെൻഷനേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച മിനി, CC അംഗം സനൽകുമാർ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു. 2 മണിക്കൂർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.